എല്ലാവർക്കും നമസ്കാരം. കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ ഇടയനായി 36 വർഷക്കാലവും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രധാന ഇടയനായി 11 വർഷക്കാലവും ഭദ്രാസനത്തെയും സഭയെയും നയിച്ച് സഭാമക്കളുടെ ഹൃദയത്തിൽ ഏറെ സ്ഥാനം നേടിയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ജീവചരിത്രം ഓർമ്മയിലെ പുഞ്ചിരി. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ രാജൻ ചുങ്കത്തിൻ്റെ അനുഭവത്തിലൂടെ കാതോലിക്ക ബാവയും കട്ടച്ചാച്ചനും. ജന്മം കൊണ്ട് ഞാനും ഒരു കുന്നംകുളത്തുകാരനാണ്. ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പട്ടാമ്പിയിലെത്തുന്നത്, പിന്നെ അവിടെ സെറ്റിൽ ചെയ്യുന്നത്. പട്ടാമ്പി ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗങ്ങളായി 10ഓളം കുടുംബാംഗങ്ങളെയുള്ളൂ. അവരിലധികവും വ്യാപാരികളായി കുന്നംകുളത്ത് നിന്ന് പട്ടാമ്പിക്ക് കുടിയേറിയവരാണ്. മാസത്തിൽ 2 തവണയാണ് ഇവിടെ കുർബാന. ഇടവകയിൽ അംഗങ്ങൾ കുറവായതിനാൽ പള്ളി വികാരിയായി എത്തുന്ന അച്ഛന്മാരുമായി ഞങ്ങൾ നല്ല സൗഹൃദത്തിലാവാറുണ്ട്. അങ്ങനെയാണ് 2010-2012 കാലത്ത് പട്ടാമ്പി പള്ളി വികാരിയായി എത്തുന്ന വർഗീസ് ലാൽ അച്ഛനുമായി അടുത്തത്. പട്ടാമ്പി പുഴയോരത്തെ താമസമാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കിയത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിനകം എൻ്റെ 25 പുസ്തകങ്ങൾ പുറത്തിറങ്ങി. പ്രസിദ്ധീകരിക്കുന്ന എല്ലാ പുസ്തകത്തിൻ്റെയും ആദ്യ കോപ്പി ഞാൻ പട്ടാമ്പി പള്ളിക്ക് നൽകാറുണ്ട്. പള്ളി അത് ലേലം ചെയ്യും. എൻ്റെ 18ാമത്തെ പുസ്തകം ശിരോലിഖിതം എൻ്റെ ആത്മകഥയായിരുന്നു. പതിവ് പോലെ ആദ്യ കോപ്പി ഞാൻ പട്ടാമ്പി പള്ളിക്ക് നൽകി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അക്കാലത്ത് പള്ളി വികാരിയായിരുന്ന വർഗീസ് ലാൽ അച്ഛനാണ് ശിരോലിഖിതം ലേലം കൊണ്ടത്. ഈ സംഭവത്തിന് ശേഷം ഒരു രാത്രി വർഗീസ് ലാൽ അച്ഛൻ എന്നെ കുന്നംകുളത്ത് നിന്ന് ഫോണിൽ വിളിച്ചു. ബാവ തിരുമേനിക്ക് എന്നോട് എന്തോ നേരിട്ട് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു. അക്കാലത്ത് വർഗീസ് ലാൽ അച്ഛൻ ബാവ തിരുമേനിയുടെ പ്രസ് സെക്രട്ടറിയാണ്. ബാവ തിരുമേനി എന്നോട് നേരിട്ട് സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് വർഗീസ് ലാൽ അച്ഛൻ വാങ്ങിയ പുസ്തകം ശിരോലിഖിതം ആദ്യം വായിച്ചത് ബാവ തിരുമേനിയാണെന്ന്. എത്രയും വേഗം ഒന്ന് നേരിൽ കാണണമെന്നാണ് തിരുമേനി ആവശ്യപ്പെട്ടത്. പിറ്റേന്ന് തന്നെ ഞാനും ഭാര്യയും കുന്നംകുളം അരമനപ്പള്ളിയിലെത്തി ബാവ തിരുമേനിയെ കണ്ടു. ഹൃദ്യമായിരുന്നു കുന്നംകുളം അരമനപ്പള്ളിയിലെ സ്വീകരണം. കൊള്ളനൂർ മാത്തപ്പൻ എങ്ങനെ കട്ടച്ചാച്ചനായി എന്നാണ് ബാവ തിരുമേനിക്ക് അറിയേണ്ടത്. കട്ടച്ചാച്ചൻ എൻ്റെ ആത്മകഥയായ ശിരോലിഖിതത്തിലെ ഒരു അധ്യായമാണ്. എൻ്റെ അമ്മയുടെ കസിനായ മാത്തപ്പൻ അച്ചാച്ചൻ ഞങ്ങൾക്ക് കട്ടച്ചാച്ചനായ കഥ ഞാൻ വിശദമാക്കി. ബാവ തിരുമേനിയുടെ അകന്ന ബന്ധുവായ കൊള്ളനൂർ മാത്തപ്പൻ്റെ ലീലാവിലാസങ്ങൾ ആത്മകഥയിൽ ഭംഗിയായി അവതരിപ്പിച്ചതിന് അഭിനന്ദനം നേരിട്ട് അറിയിക്കാനാണ് ബാവ തിരുമേനി എന്നെ കുന്നംകുളത്തേക്ക് വിളിപ്പിച്ചത്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും തുടർന്നും ഇതുപോലെ എഴുതണമെന്നും എല്ലാം നന്നായി വരും എന്നും അനുഗ്രഹിച്ചാണ് ബാവ തിരുമേനി ഞങ്ങളെ യാത്രയാക്കിയത്. കുന്നംകുളം അരമനപ്പള്ളിയിലെ കൂടിക്കാഴ്ച നല്ലൊരു തുടക്കമായി. തുടർന്ന് ഞാൻ എഴുതിയ പുസ്തകങ്ങളുടെയെല്ലാം ഒരു കോപ്പി ഞാൻ വർഗീസ് ലാൽ അച്ഛൻ വഴി ബാവ തിരുമേനിക്ക് എത്തിക്കുമായിരുന്നു. ഇടയ്ക്കെല്ലാം ബാവ തിരുമേനി എന്നെ ഫോണിൽ വിളിച്ച് പുതിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുമായിരുന്നു. ആ ഇടയ്ക്കാണ് എൻ്റെ 19ാമത്തെ പുസ്തകം സ്മാർത്തം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നു എന്ന് പ്രസാധകരായ കോഴിക്കോട് പൂർണ്ണ പബ്ലിക്കേഷൻസ് അറിയിച്ചത്. ആ സന്തോഷ വാർത്ത ഞാൻ ബാവ തിരുമേനിയെ അറിയിച്ചപ്പോൾ തിരുമേനി എനിക്ക് ഷാർജയിലെ താമസത്തിനും മറ്റും സൗകര്യങ്ങൾക്കുമായി ബന്ധപ്പെടാൻ ഒരു നമ്പർ അയച്ചു തന്നു. ഷാർജ സൈമൻ എന്നറിയപ്പെടുന്ന ബാവ തിരുമേനിയുടെ നാട്ടുകാരനായ ഷാർജയിലെ വലിയ ബിസിനസ്സുകാരൻ്റെ ഫോൺ നമ്പർ ആയിരുന്നു അത്. ഷാർജയിൽ എൻ്റെ ഒരാഴ്ചത്തെ താമസവും മറ്റ് സൗകര്യങ്ങളും പൂർണ്ണ പബ്ലിക്കേഷൻസ് തന്നെ ഏർപ്പാടാക്കിയിരുന്നുവെങ്കിലും ബാവ തിരുമേനി തന്ന ഫോൺ നമ്പറിൽ ഞാൻ ഷാർജ സൈമനെ വിളിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഷാർജ സൈമൻ എന്ന വലിയ ബിസിനസ്സുകാരൻ പണ്ട് എന്നോടൊപ്പം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഒപ്പം പഠിച്ച PC സൈമനാണെന്ന്. സൈമൻ്റെ ഭാര്യ പ്യാരി എൻ്റെ അമ്മായിയുടെ നേർ സഹോദരിയുമാണ്. എന്തായാലും ഷാർജയിലെ പുസ്തക പ്രകാശന ചടങ്ങിൽ സ്മാർത്തം ഏറ്റുവാങ്ങിയത് സൈമൻ ആയിരുന്നു. പിന്നീട് സൈമൺ ഏർപ്പാടാക്കിയ വാഹനത്തിലായിരുന്നു എൻ്റെ ഒരാഴ്ചത്തെ UAE കാഴ്ച കാണൽ. അങ്ങനെ എൻ്റെ UAE സന്ദർശനം അവിസ്മരണീയമാക്കാൻ ബാബ തിരുമേനിയും കാരണക്കാരനായി.
ഷാർജയിൽ പ്രകാശനം ചെയ്ത സ്മാർത്ഥം ബാബ തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. കോവിഡ് കാലത്താണ് മലയാള മനോരമയ്ക്ക് വേണ്ടി ഞാൻ കുന്നംകുളം മനോരമ എന്ന ചരിത്ര പുസ്തകം എഴുതിയത്. വിവരം ഞാൻ ബാബ തിരുമേനിയെ അറിയിച്ചപ്പോൾ സന്തോഷമായി. പുസ്തകത്തിൻ്റെ അവതാരിക ബാബ തിരുമേനി എഴുതാമെന്നിട്ടു. പുസ്തകത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് ഞാൻ അയച്ചു കൊടുത്തപ്പോഴേക്കും ബാബ തിരുമേനി രോഗബാധിതനായി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ബാബ തിരുമേനി ഏറെ കഷ്ടപ്പെട്ട് ആശുപത്രി കിടക്കയിൽ വെച്ച് എഴുതി തന്ന അവതാരിക ചില സാങ്കേതിക കാരണങ്ങളാൽ കുന്നംകുളം മനോരമയിൽ ചേർക്കാൻ കഴിഞ്ഞില്ല എന്നോർക്കുമ്പോൾ വലിയ ദുഃഖം തോന്നുന്നു.